സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോസി വാകമറ്റം എഴുതിയ നോവൽ തടങ്കൽപ്പാളയം തുടരുന്നു. ഭാഗം 28. വിൻസെൻ്റ് നിന്ന നിൽപ്പിൽ കാൽ മടക്കി അടിച്ചു. സീമയോ ലെക്കൻസിങ്ങോ സെബാസ്റ്റ്യനോ അത് പ്രതീക്ഷിച്ചില്ല. സെബാസ്റ്റ്യൻ്റെ പിടലിക്കാണ് കാൽപാദം വന്നടിച്ചത്. അതിൻ്റെ ആഘാതത്തിൽ വീഴാൻ പോയ സെബാസ്റ്റ്യൻ്റെ കസേര സീമ ചാടി എണീറ്റ് താങ്ങി പിടിച്ചു. ലെക്കൻസിങ് വിൻസെൻറ്റിനെ പിടിച്ചു വലിച്ചു പുറകോട്ട് കൊണ്ടുപോയി. അവനെ വിട്ടേക്ക്, ഗദ്ഗതത്തോടെ സെബാസ്റ്റ്യൻ പറഞ്ഞു. അവനെന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ടും കാര്യമൊന്നുമില്ല. എനിക്ക് മരിച്ചാൽ മതി, അല്ലെങ്കിൽ കോടതി എന്നെ തൂക്കിക്കൊല്ലാൻ വിധിച്ചാൽ മതി. കുറച്ചുകൂടെ പറയാനുണ്ടല്ലോ. കേൾക്കട്ടട ചെകുത്താനേ. ആത്മകഥ. വിൻസെൻ്റ് രാംലക്കനെ കുതിറിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ഇനി ഒന്നും പറയാനില്ല. റോസ്മേരി മരിച്ചെന്ന് ഉറപ്പുവരുത്തിയിട്ട് ഔസേപ്പച്ചനും ഡാനിയും കുമാറും പുറത്തു വന്നത്. അന്ന് രാത്രി തന്നെ ഔസേപ്പച്ചൻ എന്നെയും ഡാനിയെയും കുമാറിനെയും കൂടി ബാംഗ്ലൂർ കയച്ചു. അവിടുന്ന് കുമാർ എന്നെ ഉപ്രഹള്ളിയിലേക്ക് കൊണ്ടുപോയി. പിന്നെ ഞാൻ അറിഞ്ഞു റോസ്മേരി ആത്മഹത്യ ചെയ്തതായിട്ട് ആ കേസ് എഴുതി തള്ളിയെന്ന്. ഉപ്രഹള്ളിയിൽ വന്ന ഔസേപ്പച്ചനാണത് പറഞ്ഞത്. അവിടെ നീ ഊട്ടിക്കാരൻ ഷൺമുഖം ചെട്ടിയാരായിട്ട് സുഖിച്ച് ജീവിച്ചു. പിന്നെ ഒന്നുമില്ല. കോട്ടായിൽ സ്റ്റോൺ ക്വാറി വാങ്ങിയപ്പോൾ അവിടുത്തെ ചുമതല എനിക്കായി. നാട്ടുകാരെ പറ്റിച്ച കാശ് മുഴുവൻ ഉപ്രഹള്ളിയിലും കോട്ടായിലും മുതലിറക്കി. രണ്ടിടത്തും നല്ല ലാഭമായിരുന്നു. ഞാൻ 2 സ്ഥലത്തും മാറി മാറി താമസിച്ച കാര്യങ്ങൾ നോക്കി നടത്തി. ഔസേപ്പച്ചൻ 2-3 മാസം കൂടുമ്പോൾ ഉപ്രഹള്ളിയിലും കോട്ടായിലും വരുമായിരുന്നു. എൻ്റെ പെങ്ങൾ ആത്മഹത്യ ചെയ്തതും എൻ്റെ കുടുംബം കുളം തോണ്ടിയതും എന്നെ വധശിക്ഷയ്ക്ക് വിധിച്ചതും വിജയെ ഔസേപ്പച്ചൻ കല്യാണം കഴിച്ചതും നീ അറിയുന്നുണ്ടായിരുന്നോടാ പട്ടി. വിൻസെൻ്റ് ക്ഷുഭിതനായി. ഔസേപ്പച്ചൻ എല്ലാം എന്നെ അറിയിക്കുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ വിന്നിച്ച, നീ വിശ്വസിക്കുകയില്ല. എനിക്കതെല്ലാം ഓർത്ത് ഭയങ്കര മനപ്രയാസമുണ്ടായിരുന്നു. അത് തീർക്കാനാണോടാ നായിൻ്റെ മോനെ നീ ഉപ്രഹള്ളിയിലും കോട്ടായിലുമൊക്കെ സുന്ദരികളെ കൊണ്ടുവന്ന് താമസിപ്പിച്ചുകൊണ്ടിരുന്നത്. ലെക്കൻസിങ്ങിനെ വലിച്ചുകൊണ്ട് വിൻസെൻ്റ് വീണ്ടും സെബാസ്റ്റ്യൻ്റെ മുന്നിലെത്തി. എന്നെങ്കിലും എല്ലാം വെളിച്ചത്താകുമെന്ന് എനിക്ക് അറിയാമായിരുന്നു വിന്നീച്ച. ചങ്കിലെ തീ കെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ കണ്ടമാനം ജീവിച്ചത്. നീ ജയിലിൽ ചാടിയ വിവരവും ഞാൻ അറിഞ്ഞിരുന്നു. ഉപ്രഹള്ളിയിൽ വന്നിട്ട് പോയത് നീയാണോന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. ക്ഷമ ചോദിക്കാനുള്ള അർഹത പോലും എനിക്കില്ലാത്തത് കൊണ്ടാണ് ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കാത്തേ. എനിക്കിതിൻ്റെ ശിക്ഷ കിട്ടും, അത് അനുഭവിച്ചോളാം ഞാൻ. അത്രയും കൂടി പറഞ്ഞിട്ട് സെബാസ്റ്റ്യൻ തലയും താഴ്ത്തിയിരുന്നു. നീരജ സെബാസ്റ്റ്യനെയും വിൻസെൻറ്റിനെയും മാറി മാറി നോക്കുകയായിരുന്നു. കൊല്ലപ്പെട്ടവനും കൊലയാളിയും. വിൻസെൻ്റ് ഹാൾ റൂമിലൂടെ പതുക്കെ നടന്നുപോയി. അതിനുശേഷം ഒരു നിശബ്ദത ഹാളിൽ വ്യാപിച്ചു. സീമ നോക്കുമ്പോൾ വിൻസെൻ്റ് ഒരു നിഴൽ പോലെ ജനാലയ്ക്കടുത്ത് നിൽക്കുന്നത് കണ്ടു. ജനലിലൂടെ വീശുന്ന കാറ്റിൽ അവൻ്റെ മുടിയിഴകൾ ഇളകുന്നത് കാണാമായിരുന്നു. കഴിഞ്ഞോ? അനിതാ ശർമ്മ സീമയോട് ചോദിച്ചു. അവൾ തല കുലുക്കിയിട്ട് എഴുന്നേറ്റു. വിൻസെൻ്റ് ജനാലയഴികളിൽ പിടിച്ച് കൈത്തണ്ടയിലേക്ക് മുഖം ചേർക്കുന്നത് കണ്ട് അവൾക്ക് ആകാംക്ഷയായി. സീമ അവൻ്റെ അടുത്തേക്ക് ചെന്നു. അവൾ അവൻ്റെ തോളത്ത് കൈവച്ചു. വിൻസെൻ്റ് അനങ്ങിയില്ല. അവൾ സംശയത്തോടെ അവൻ്റെ മുഖം പിടിച്ച കൈത്തണ്ടയിൽ നിന്ന് ഉയർത്തി. അവൻ്റെ കൈത്തണ്ടയിൽ കണ്ണുനീർത്തുള്ളികൾ വീണ് കിടന്നിരുന്നു. അവൻ്റെ കണ്ണിലും കവിളിലും നനവുണ്ടായിരുന്നു. വിന്നിച്ചായ, സീമ പരിഭ്രമത്തോടെ വിളിച്ചു. ഞാൻ ഓർക്കുകയായിരുന്നു. ഇടറിയ ഒച്ചയിൽ അവൻ പറഞ്ഞു. ആ മനുഷ്യപ്പിശാച് കാരണം എന്തെല്ലാമാ എനിക്ക് നഷ്ടപ്പെട്ടത്. 3-3.5 വർഷത്തെ ജീവിതം, എൻ്റെ കുടുംബം, എൻ്റെ കരിയർ. ജയിലിൽ കിടന്ന് ഞാൻ എന്തെല്ലാം അനുഭവിച്ചു. ബാങ്കിലുണ്ടായിരുന്ന പൈസ എടുത്ത് അവനെ സഹായിച്ചു എന്ന് ഒരു തെറ്റിന്. അവൻ്റെ കണ്ണുകൾ പിന്നെയും നിറഞ്ഞു വന്നു. എന്താ വിന്നിച്ചായ ഇത്? ഇതെല്ലാം അനുഭവിച്ച് തീർന്നതല്ലേ? എൻ്റെ പെങ്ങളെ ഞാൻ ഓർത്തുപോയി സീമേ. അവളിതൊന്നും അറിയാതെ മരിച്ചു പോയില്ലേ? ഇനി ഞാൻ എവിടെ ചെന്ന് ഈ കഥകളൊക്കെ അവളോട് പറയും? അവളുടെ വിന്നിച്ചായൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എങ്ങനെ അവളെ വിശ്വസിപ്പിക്കും? വിൻസെൻ്റ് ഒരേങ്ങലോടെ വീണ്ടും കൈത്തണ്ടയിലേക്ക് നെറ്റിയമർത്തി. സീമയ്ക്കും കരച്ചിൽ വന്നുപോയി. വിന്നിച്ചായ. വിൻസെൻ്റ് പെട്ടെന്ന് ജനൽപ്പടിയിലേക്ക് കുനിഞ്ഞിരുന്നു. ആത്മവേദന താങ്ങാനാവാതെ 2 കൈകളും കൊണ്ട് നെറ്റിയും തലയും അമർത്തി തടവി. ഇടയ്ക്ക് ഷർട്ടിൻ്റെ കോളർ ഉയർത്തി കണ്ണു തുടച്ചു. സീമ അവൻ്റെ കവിളുകളിൽ തൻ്റെ ഇളം ചൂടുള്ള കൈത്തലങ്ങൾ അണച്ചു. വിന്നിച്ചായ, സാന്ത്വനം പോലെ അവൾ വിളിച്ചു. അവൻ മുഖമുയർത്തി. നനഞ്ഞ കണ്ണുകളാൽ അവളെ ഒന്ന് നോക്കി. സീമ അവൻ്റെ മുഖം തൻ്റെ നെഞ്ചിലേക്ക് ചേർത്തു. ഹാൾ റൂമിൽ പിന്നെയും നിശബ്ദത കളിയാടി. സീമ തല തിരിച്ചു നോക്കി. എല്ലാ കണ്ണുകളും തങ്ങളിലാണെന്ന് അവൾ കണ്ടു. അവൾ ഒന്നുകൂടി അവൻ്റെ മുഖം തന്നിലേക്ക് ചേർത്തു പിടിച്ചു. സമയം 11:30 കഴിഞ്ഞു. കോടതി കൂടിയിരിക്കുകയാണ്. സെഷൻസ് കോടതിയിൽ ഒരു കൊലക്കേസിൻ്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കുന്നു.
സിവിൽ സ്റ്റേഷൻ്റെ വിശാലമായ അങ്കണത്തിലെ പാർക്കിംഗ് ഏരിയയിൽ 2 കാറുകൾ വന്നു നിന്നു. ഒരു കാറിൽ നിന്ന് ഫോട്ടോഗ്രാഫർ അനിത ശർമ്മയും നീരജയും വീഡിയോഗ്രാഫർ ഫിലിപ്പും ഇറങ്ങി. അവർ പടമെടുക്കാൻ തയ്യാറായി നിന്നു. മറ്റേ കാറിൽ നിന്ന് വിൻസെൻറ്റും രാംലഖനും സീമ ജോൺസും പുറത്തു വന്നു. വിൻസെൻറ്റും രാംലഖനും കൂടി സെബാസ്റ്റ്യനെ കാറിൽ നിന്ന് പുറത്തേക്കിറക്കി. അയാളുടെ കൈകൾ പിന്നോട്ട് ബന്ധിച്ചിരുന്നു. വായി കറുത്ത ഇൻസുലേഷൻ ടേപ്പ് കൊണ്ട് ഒട്ടിച്ചിരുന്നു. വിൻസെൻ്റ് അയാളെ കോടതി വരാന്തയിലൂടെ നടത്തിക്കൊണ്ടുപോയി. അവർക്ക് മുമ്പേ നടന്ന് ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറും ആ ദൃശ്യങ്ങൾ അവരുടെ ക്യാമറകളിൽ പകർത്തിക്കൊണ്ടിരുന്നു. കോടതി വരാന്തയിൽ കൂടി നിന്നിരുന്നവർ സംഗതി എന്തെന്നറിയാതെ ആകാംക്ഷയോടും അമ്പരപ്പോടും കൂടി അവരെ നോക്കി. ബന്ധനസ്ഥനാക്കിയ ഒരുവനെ വിൻസെൻ്റ് കോർട്ട് ഹാളിലേക്ക് വലിച്ചുകൊണ്ട് വരുന്നത് കണ്ട് കോടതിയിലുണ്ടായിരുന്നവർ അന്തം വിട്ടു. കോടതി നടപടികൾ സ്തംഭിച്ചു. വിൻസെൻ്റ് ഡയസിനും ചേംബറിനും നടുവിലായി സെബാസ്റ്റ്യനെയും കൊണ്ട് നിലയുറപ്പിച്ചു. ഇയാൾ എന്ത് തെമ്മാടിത്തരമായി കാണിക്കുന്നേ? 2 പോലീസുകാർ വിൻസെൻറ്റിനെ തടയാൻ ചെന്നു. വിൻസെൻ്റ് അരയിൽ നിന്നും കത്തിയെടുത്ത് സെബാസ്റ്റ്യൻ്റെ തൊണ്ടയിൽ അതിൻ്റെ മുന ചേർത്തു. പോലീസും വക്കീലന്മാരും സാക്ഷികളും പ്രതികളും കാഴ്ചക്കാരും എന്തു ചെയ്യണമെന്നറിയാതെ അന്താളിച്ചു. പകച്ചിരിക്കുകയായിരുന്ന ജഡ്ജിയുടെ നേർക്ക് വിൻസെൻ്റ് തിരിഞ്ഞു. യുവർ ഓണർ, കുറേ ആഴ്ചകൾക്ക് മുമ്പ് സെൻട്രൽ ജയിലിൽ നിന്നും തടവ് ചാടിപ്പോയ കൊലക്കേസ് പ്രതിയാണ് ഞാൻ. അവൻ ഉച്ചത്തിൽ പറഞ്ഞു. ഒരു കൊലപാതകം നടത്തിയെന്ന കുറ്റം ചുമത്തി വിചാരണ ചെയ്ത് സകല തെളിവുകളോടും കൂടി ഇതേ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച പായിപ്പാട്ട് വിൻസെൻ്റ്. കോർട്ട് ഹാളിൽ മുട്ടുസൂചി വീണാൽ കേൾക്കാവുന്ന നിശബ്ദത. സകലരും വീർപ്പടക്കി നിൽക്കുകയാണ്. ഏതൊരു മനുഷ്യനെ കൊല ചെയ്തതിനാണോ ഈ കോടതി എനിക്ക് വധശിക്ഷ വിധിച്ചത്, അതേ മനുഷ്യനാണ് ഇപ്പോൾ പച്ചജീവനോടെ ഈ കോടതിയുടെ മുമ്പിൽ നിൽക്കുന്നത്. വിൻസെൻ്റ് സെബാസ്റ്റ്യൻ്റെ വായ് മൂടി ഒട്ടിച്ചിരുന്ന ഇൻസുലേഷൻ ടേപ്പ് വലിച്ചുരിഞ്ഞു. പള്ളിത്താഴത്ത് സെബാസ്റ്റ്യൻ. വക്കീലന്മാരും പോലീസും കോടതിയും സാക്ഷികളും കാണികളും സെബാസ്റ്റ്യൻ്റെ നേർക്ക് അവിശ്വസനീയതയോടെ നോക്കി. വിൻസെൻ്റ് കയ്യിലിരുന്ന കത്തി ബെഞ്ച് ക്ലാർക്കിൻ്റെ മേശപ്പുറത്ത് വെച്ചു. എന്നിട്ട് പോലീസുകാരുടെ നേർക്ക് 2 കൈയും നീട്ടി. ഇനി നിങ്ങൾക്ക് എന്നെ അറസ്റ്റ് ചെയ്യാം, തടവ് ചാടിയ കുറ്റത്തിന്. നിങ്ങളുടെ നിയമത്തിന് ഇനി എന്നെ മരിക്കുവോളം തൂക്കിലിടാം, പള്ളിത്താഴത്ത് സെബാസ്റ്റ്യനെ കാറിലിട്ട് ചുട്ടുകൊന്ന കുറ്റത്തിന്. കോടതി അപ്പോഴും സ്തംഭനാവസ്ഥയിലായിരുന്നു. ടി വിയിൽ രാത്രി 10:30 മണിക്കുള്ള വാർത്തകൾ കേട്ടുകൊണ്ട് സോഫയിൽ ഇരിക്കുകയായിരുന്നു വിജി. അന്ന് വൈകുന്നേരം ടി വിയിൽ വന്ന വാർത്തയിൽ പായിപ്പാട്ട് വിൻസെൻറ്റിനെ പോലീസ് അറസ്റ്റ് ചെയ്തതായി ഒരു സൂചനയുണ്ടായിരുന്നുവെന്ന് കല്ലിങ്കൽ വീട്ടിൽ നിന്ന് ആങ്ങള ജോമോൻ അവളെ ഫോണിൽ വിളിച്ച് അറിയിച്ചിരുന്നു. പരസ്യത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷം വാർത്താവായനക്കാരി വീണ്ടും ടി വി സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടു. കോളിളക്കമുണ്ടാക്കിയ സെബാസ്റ്റ്യൻ കൊലക്കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് സെൻട്രൽ ജയിലിൽ കഴിയവേ അവിടെ നിന്നും തടവ് ചാടി രക്ഷപ്പെട്ട പായിപ്പാട്ട് വിൻസെൻ്റ് എന്ന കൊലക്കേസ് പ്രതിയെ ഇന്നുച്ചയ്ക്ക് പോലീസ് അറസ്റ്റ് ചെയ്തു. കോട്ടയം സെഷൻസ് കോടതിയിൽ ഇന്ന് രാവിലെ 11:30 നടന്ന ചില നാടകീയ സംഭവവികാസങ്ങൾക്ക് ശേഷം പ്രതി വിൻസെൻ്റ് സ്വമേധയാ പോലീസിന് കീഴടങ്ങുകയായിരുന്നു. സംഭവത്തിൻ്റെ വിശദാംശങ്ങളെപ്പറ്റി കോട്ടയത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ദേവകുമാർ. വിജി മോണിറ്ററിലേക്ക് കണ്ണും നട്ട് വീർപ്പടക്കിയിരുന്നു. മൈക്രോഫോണും കയ്യിൽ പിടിച്ച് ദേവകുമാർ സ്ക്രീനിൽ വന്നു. 1997 നവംബർ 24 രാത്രിയിൽ പള്ളിത്താഴത്ത് സെബാസ്റ്റ്യൻ എന്നയാളെ കാറിലിട്ട് ചുട്ടുകരിച്ചു കൊന്നു എന്നതായിരുന്നു പ്രതിയായ വിൻസെൻറ്റിൻ്റെ പേരിലുള്ള കേസ്. പ്രതി കുറ്റം ചെയ്തുവെന്ന് സംശയാതീതമായി തെളിയിക്കപ്പെടുകയും കോടതി പ്രതിയെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തിരുന്നു. കോടതി വിധിക്കെതിരെ പ്രതി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയെങ്കിലും ഹൈക്കോടതി പുനർവിചാരണയ്ക്ക് ശേഷം കീഴ്ക്കോടതി വിധിച്ച വധശിക്ഷ ശരിവെക്കുകയാണുണ്ടായത്. തുടർന്ന് സെൻട്രൽ ജയിലിൽ വധശിക്ഷ കാത്തു കഴിഞ്ഞിരുന്നു. പ്രതി വിൻസെൻ്റ് ആഴ്ചകൾക്ക് മുമ്പ് തടവ് ചാടി രക്ഷപ്പെട്ടു. പോലീസ് ഊർജിതമായി അന്വേഷണം നടത്തിയെങ്കിലും പ്രതിയെ പിടികിട്ടുകയുണ്ടായില്ല. ആരെ കൊലപ്പെടുത്തിയ കുറ്റത്തിനാണോ കോടതി തനിക്ക് വധശിക്ഷ വിധിച്ചത്, അതേ പള്ളിത്താഴത്ത് സെബാസ്റ്റ്യനെ ജീവനോടെ ഹാജരാക്കി കോടതിയെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു പായിപ്പാട്ട് വിൻസെൻറ്റിൻ്റെ കീഴടങ്ങൽ. പ്രതി കോടതിയിൽ ഹാജരാക്കിയ ആൾ 3.5 വർഷം മുമ്പ് കൊല്ലപ്പെട്ടുവെന്ന് പോലീസും നീതിന്യായ കോടതിയും സ്ഥിരീകരിച്ച പള്ളിത്താഴത്ത് സെബാസ്റ്റ്യൻ തന്നെയാണെന്ന് ഇതിനകം വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. സെബാസ്റ്റ്യനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും കോടതി അയാളെ റിമാൻഡ് ചെയ്യാൻ ഉത്തരവിടുകയും ചെയ്തു. സംഭവമറിഞ്ഞ് സെഷൻസ് കോടതിയിലും പരിസരത്തും വമ്പിച്ച ജനാവലി തടിച്ചുകൂടിയിരുന്നു. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ വിശ്വാസ്യതയ്ക്ക് നേരെ ഞെട്ടിപ്പിക്കുന്ന ഒരു ചോദ്യചിഹ്നമായി മാറി ഇന്ന് കോട്ടയം സെഷൻസ് കോടതിയിൽ അരങ്ങേറിയ സംഭവവികാസങ്ങൾ. ജയിൽ ചാടി രക്ഷപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഇക്കഴിഞ്ഞ 27 വിൻസെൻ്റ് തൂക്കിലേറ്റപ്പെട്ടേനെ എന്ന വസ്തുത അതിൻ്റെ ഭീകരത വർദ്ധിപ്പിക്കുന്നു.
മോണിറ്ററിൽ ഇൻസേർട്ട് ചെയ്തു കൊടുത്തുകൊണ്ടിരുന്ന സെബാസ്റ്റ്യൻ്റെയും വിൻസെൻറ്റിൻ്റെയും ചിത്രങ്ങൾ കമൻറ്റേറ്ററോടൊപ്പം പൊടുന്നനെ അപ്രത്യക്ഷമായി. വാർത്താവായനക്കാരി വീണ്ടും സ്ക്രീനിൽ വന്നു. മുളങ്കരയിൽ ഒരു ബ്ലേഡ് കമ്പനി നടത്തി വന്ന സെബാസ്റ്റ്യൻ താൻ കൊല്ലപ്പെട്ടു എന്ന് വരുത്തി തീർത്ത ശേഷം നാട്ടുകാരിൽ നിന്നും സമാഹരിച്ചിരുന്ന 3.25 കോടിയോളം രൂപയും സ്വർണ്ണപ്പണ്ടങ്ങളുമായി മുങ്ങുകയായിരുന്നു എന്ന് വ്യക്തമായിട്ടുണ്ട്. നാടുവിട്ട സെബാസ്റ്റ്യൻ കർണാടകയിൽ കോലാർ ജില്ലയിലുള്ള ഉപ്രഹള്ളി എന്ന സ്ഥലത്തും രാജസ്ഥാനിലെ കോട്ടായിൽ ഡോബ്യാക്കി ഖാൻ എന്ന സ്ഥലത്തും MS ഷൺമുഖം എന്ന വ്യാജപ്പേരിൽ ഒളിവിൽ കഴിയുകയായിരുന്നു എന്നറിയുന്നു. ഇക്കാര്യത്തിൽ സെബാസ്റ്റ്യൻ്റെ പങ്കാളിയായിരുന്ന ഇല്ലിക്കൽ ഔസേപ്പച്ചൻ എന്നയാളെ രാജസ്ഥാനിൽ വെച്ച് കേരള പോലീസ് അറസ്റ്റ് ചെയ്തതായി വിവരം ലഭിച്ചിട്ടുണ്ട്. തൻ്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള വ്യഗ്രതയിൽ ജയിൽ ചാടിയ വിൻസെൻ്റ് സെബാസ്റ്റ്യനെ പിന്തുടർന്ന് ആദ്യം ഉപ്രഹള്ളിയിലും പിന്നീട് രാജസ്ഥാനിലും എത്തുകയും അതിസാഹസികമായ ഒരു യജ്ഞത്തിലൂടെ സെബാസ്റ്റ്യനെ പിടികൂടി കോടതിയിൽ എത്തിക്കുകയുമാണുണ്ടായതെന്ന് ഞങ്ങളുടെ കോട്ടയം പ്രതിനിധി റിപ്പോർട്ട് ചെയ്യുന്നു. രാജ്യത്തെ നീതിന്യായ മണ്ഡലത്തിൽ ഒരു വൻ വിവാദം തന്നെ ഈ സംഭവം ഉയർത്തിവിട്ടേക്കാം. സെബാസ്റ്റ്യനു പകരം കൊല്ലപ്പെട്ടതാര് എന്നറിയാൻ പോലീസ് സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്തു വരുന്നു. ഇനി ഒരു ചെറിയ ഇടവേള, അതിനുശേഷം വീണ്ടും വാർത്തകൾ. TV സ്ക്രീനിൽ പരസ്യ ചിത്രങ്ങൾ വന്നു തുടങ്ങി. വിജി കയ്യിലിരുന്ന റിമോട്ട് കൺട്രോൾ സെറ്റിയിലെ ചുവന്ന ബട്ടൺ അമർത്തി. TV സ്ക്രീനിലെ പ്രകാശം മാത്രമുണ്ടായിരുന്ന മുറിയിൽ പൊടുന്നനെ ഇരുട്ട് വ്യാപിച്ചു. ആ ഇരുട്ടിൽ നിന്നും തപ്തമായ ഒരു നിശ്വാസം മാത്രം ഉതിർന്നു. നടുങ്ങിത്തരിച്ചിരിക്കുകയായിരുന്നു കല്ലിങ്കൽ ദേവസ്യാച്ചനും ഭാര്യയും മക്കളായ ജോമോനും പീറ്ററും. TV-യിൽ വാർത്തകൾ അവസാനിച്ചതോടെ പരസ്യങ്ങൾ വന്നു തുടങ്ങി. പീറ്റർ എഴുന്നേറ്റ് ചെന്ന് TV ഓഫ് ചെയ്തു. അപ്പനും മക്കളും മുഖത്തോട് മുഖം നോക്കി. കേട്ടതൊന്നും അവർക്ക് ഇനിയും വിശ്വസിക്കാൻ കഴിയുന്നില്ല. പള്ളിത്താഴ്ത്ത സെബാസ്റ്റ്യൻ ജീവിച്ചിരിക്കുന്നു. പായിപ്പാട്ട് വിൻസെൻ്റ് നിരപരാധിയാണെന്ന് വ്യക്തമായിരിക്കുന്നു. അതിനേക്കാൾ ഉപരി ഇതിൻ്റെയെല്ലാം പിന്നിലെ സൂത്രധാരനും വിജിയുടെ ഭർത്താവുമായ ഔസേപ്പച്ചൻ അറസ്റ്റിലായിരിക്കുന്നു. ആരും ഒന്നും മിണ്ടുന്നില്ല. വരാൻ പോകുന്നത് എന്താണെന്ന് അവർക്ക് ഊഹിക്കാൻ കഴിഞ്ഞിരുന്നു. ഒടുവിൽ ദേവസ്യാച്ചൻ തന്നെ മൗനം ഭഞ്ജിച്ചു. വിജി ഒന്ന് വിളിക്കണ്ടേ ജോമോനെ? വിളിച്ചിട്ടെന്തിനാ? അല്ല, വിവരം പറയണ്ടേ? അറിയാൻ മാത്രം വിവരം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അവൾ അന്നേ പറഞ്ഞതല്ലായിരുന്നോ ആ വിന്നിച്ചൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും? അവരെന്ന് കോട്ടയത്തെ ഒരു ഹോട്ടലിൽ ദേവസ്യാച്ചൻ രൂക്ഷമായി നോക്കുന്നത് കണ്ട് അയാളുടെ ഭാര്യ വായടച്ചു. എന്നാലും അവൻ ഇങ്ങനത്തവനാണെന്ന് ഞങ്ങൾ ആരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ലല്ലോ, പീറ്റർ വിലപിച്ചു. നാളെ തന്നെ നീ ചെന്ന് അവളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോരെ, ദേവസ്യാച്ചൻ പറഞ്ഞു. അവനെ പോലീസ് പിടിച്ചില്ലേ, ഇനി അവൾ ഒറ്റയ്ക്ക് അവിടെ കിടന്ന് വിഷമിക്കണ്ട. ഇവിടെ കൊണ്ടുവന്നിട്ട് എന്തു ചെയ്യാനാ? ജോമോൻ ചോദിച്ചു. എന്തായാലും ഇനി കേസന്വേഷണവും ചോദ്യം ചെയ്യലും ഒക്കെ ഉണ്ടാവും. അവൾക്ക് സത്യം പറയേണ്ടി വരില്ലേ? ആ, വരുന്നിടത്ത് വെച്ച് കാണാം. തൊണ്ടയിൽ പുഴുത്താൽ ഇറക്കുകയല്ലേ നിവൃത്തിയുള്ളൂ, ദേവസ്യാച്ചൻ പറഞ്ഞു. പള്ളിത്താഴത്ത് വീട്ടിൽ ശ്മശാന മൂകതയായിരുന്നു. വാർത്ത അവരും അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ആർക്കും മിണ്ടാട്ടമില്ല. സെബാസ്റ്റ്യൻ്റെ സഹോദരങ്ങൾക്കും അമ്മയ്ക്കും തലയിൽ ഇടുത്തി വീണതുപോലെയായിരിക്കുന്നു. സെബാസ്റ്റ്യൻ ജീവിച്ചിരിക്കുന്നു എന്ന വാർത്ത അവരെ സന്തോഷിപ്പിക്കുന്നതിന് പകരം ഞെട്ടിപ്പിക്കുകയാണുണ്ടായത്. ഇക്കഴിഞ്ഞ നവംബർ 24-നും അവൻ്റെ ആത്മശാന്തിക്ക് വേണ്ടിയിട്ട് പള്ളിയിൽ കുർബാന നടത്തിച്ചതാ. ശവക്കോട്ടയിൽ പോയി ഒപ്പീസും ചൊല്ലിച്ചു. സെബാസ്റ്റ്യൻ്റെ അമ്മ ഏങ്ങലടിച്ച് കരയാൻ തുടങ്ങി. ഇനി എന്തിനാ ജീവിച്ചിരിക്കുന്നേ? എങ്ങനെ മനുഷ്യൻ്റെ മുഖത്ത് നോക്കും? ഇതിനേക്കാൾ ഭേദം ചേട്ടൻ അങ്ങ് ചത്തുപോകുന്നതായിരുന്നല്ലോ. കുഞ്ഞുപോൻ്റെ വിലാപമായിരുന്നു അത്. സൂസമ്മയും ആനിയും ജസ്റ്റിനും ആനിയുടെ മോന് കിടന്നുറങ്ങിക്കഴിഞ്ഞിരുന്നു. വാതിലിൽ മുട്ടുകേട്ട് ആദ്യം ആനിയാണ് എഴുന്നേറ്റത്. അവൾ ജസ്റ്റിനെ വിളിച്ചുണർത്തി. എടാ മോനെ, ആരാണ്ട് വിളിക്കുന്നു. ജസ്റ്റിൻ ചെന്ന് വാതിൽ തുറന്നു നോക്കി. സ്റ്റാൻസ്ലാവോസ്. മുറ്റത്തു ബൈക്കിൽ പാഞ്ഞെത്തുകയായിരുന്നു അയാൾ. ജസ്റ്റിൻ ലൈറ്റിട്ട ശേഷം വേഗം വാതിൽ തുറന്നു. ആനി മുടി വാരിക്കെട്ടി വാതിൽക്കലേക്ക് വന്നു. സ്റ്റാൻസ്ലാവോസിൻ്റെ മുഖം ഉദ്യോഗം കൊണ്ടും ആവേശം കൊണ്ടും ആഹ്ലാദം കൊണ്ടും ചുവന്നു തുടുത്തിരുന്നു. എന്താ സ്റ്റെനി ഈ നേരത്ത്? ആനി ചോദിച്ചു. അറിഞ്ഞില്ലേ, വിന്നിച്ചൻ വന്നു. എവിടെ? ഇന്നുച്ചയ്ക്ക് കോടതിയിൽ വന്നു പോലീസിന് കീഴടങ്ങി. ആനി ഞെട്ടിപ്പോയി. നെഞ്ചത്ത് കൈവച്ച് അവൾ വിലപിച്ചു. ദൈവമേ! എന്നിട്ട് അവൻ സെബാസ്റ്റ്യനെയും പിടിച്ചോണ്ടു വന്ന് കോടതിയിൽ ഹാജരാക്കി, ജീവനോടെ. സെബാസ്റ്റ്യൻ? ആനി സ്തംഭിച്ചു നിന്നു. അതേന്ന്, പള്ളിത്താഴത്ത് സെബാൻ തന്നെ. അവൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ആനിക്ക് ശ്വാസം നിലച്ചതുപോലെയായി. എവിടെ അമ്മ? സ്റ്റാൻസ്ലാവോസ് ഒന്നും നോക്കാതെ നേരെ മുറിയിലേക്ക് ഇടിച്ചു കയറി ചെന്നു. ഒച്ചയും സംസാരവും കേട്ട് ഉണരുകയായിരുന്നു സൂസമ്മ. അമ്മേ! സ്റ്റാൻസ്ലാവോസ് വിളിച്ചു. സൂസമ്മ അമ്പരപ്പോടെ അയാളെ നോക്കി. സ്റ്റാൻസ്ലാവോസ് അവരെ താങ്ങി എഴുന്നേൽപ്പിച്ചിരുത്തി. എന്താ മോനെ?
സൂസമ്മ കാര്യം എന്തെന്നറിയാതെ കണ്ണു മിഴിച്ചു. അവൻ ജയിച്ചമ്മേ, നമ്മുടെ വിന്നിച്ചൻ. അവൻ പള്ളിത്താഴത്ത് സെബാനെ ജീവനോട് പിടിച്ചോണ്ട് വന്ന് കോടതിയിൽ ഏൽപ്പിച്ചു. ഒരു ഞരക്കം മാത്രമേ അവരിൽ നിന്ന് പുറത്തു വന്നുള്ളൂ. നേരാണമ്മേ, ഞാൻ എന്തിനാ കള്ളം പറയുന്നേ? ടി വിയിൽ ഇന്ന് വാർത്തയിൽ പറഞ്ഞ കാര്യമാ. സൂസമ്മയുടെ മുഖത്തൊരു കരച്ചിൽ പിടഞ്ഞു. അവർ അതിവിദൂരതയിലേക്ക് എന്നവണ്ണം നോക്കി. 3 വർഷവും 2 മാസവും നീണ്ട നരകയാതനകളിലേക്ക്, വേദനകളിലേക്ക്, അപമാനങ്ങളിലേക്ക്. പോലീസ് സ്റ്റേഷൻ, കോടതി, ജയിൽമുറി, വിലങ്ങ് വയ്ക്കപ്പെട്ട തൻ്റെ മകൻ, തൂക്കുമരത്തിൻ്റെ നിഴൽ, കൈവിട്ടുപോയ ഭവനത്തിൻ്റെ ഉൾമുറിയിൽ ഒരു സാരിക്കുടുക്കിൽ കിടന്നു പിടയുന്ന സ്വന്തം മകളുടെ ജീവൻ. 2 കണ്ണീർ ചാലുകൾ അവരുടെ ചുളിഞ്ഞ കവിളിലൂടെ നിശബ്ദമായി ഒലിച്ചിറങ്ങി. വിറയ്ക്കുന്ന കരങ്ങൾ കൊണ്ട് അവർ തൻ്റെ മുഖം പൊത്തി മുന്നോട്ട് കുനിഞ്ഞിരുന്നു. അവരുടെ ഉടൽ വിറച്ചുകൊണ്ടിരുന്നു. പ്രഭാതം. മുളങ്കരയിലെ ജനങ്ങൾ അന്നത്തെ ദിനപത്രത്തിന് വേണ്ടി പരക്കം പാഞ്ഞു നടന്നു. ഒരു കോപ്പി പോലും കിട്ടാനില്ല. വരിക്കാരിൽ പലർക്കും അന്ന് മനോരമ പത്രം കിട്ടുകയുണ്ടായില്ല. കാരണം ആ പത്രത്തിലായിരുന്നു വാർത്തയുടെ വിശദാംശങ്ങൾ, ഫോട്ടോകൾ, സൈഡ് സ്റ്റോറികൾ. ചായക്കടകളിലെല്ലാം രാവിലെ നല്ല തിരക്കായിരുന്നു. വാർത്ത വായിച്ച ആളുകൾ അന്തം വിട്ടിരുന്നു. സെബാസ്റ്റ്യൻ ജീവിച്ചിരിക്കുന്നു. കൊന്നുവെന്ന് കരുതിയ പായിപ്പാട്ട് വിൻസെൻ്റ് നിരപരാധി. എല്ലാറ്റിനും പുറകിൽ പ്രവർത്തിച്ചത് ഔസേപ്പച്ചൻ്റെ കുടില ബുദ്ധിയും. മുളങ്കരയിലെ പണ്ഡിതനും പാമരനും കുബേരനും കുചേലനും ചർച്ച ചെയ്യാനും ആവേശം കൊള്ളാനും ആ ഒരു വിഷയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉച്ചതിരിഞ്ഞ് 2:30 മണിക്ക് സീമ ജോൺസ് പത്രം ഓഫീസിലേക്ക് കടന്നു വന്നപ്പോൾ ഓരോ ക്യൂബിക്കിളിലുമുള്ള സഹപ്രവർത്തകർ എഴുന്നേറ്റ് നിന്ന് കൺഗ്രാജുലേഷൻസ് പറഞ്ഞുകൊണ്ടിരുന്നു. ലജ്ജ കൊണ്ട് ചൂളിയ അവസ്ഥയിലായിരുന്നു സീമ. ഇന്നലെ രാത്രി 12 മണി വരെ അവൾ ഓഫീസിലിരുന്ന് തിരക്കു പിടിച്ച ജോലി ചെയ്യുകയായിരുന്നു. പിറ്റേന്നത്തെ പേപ്പർ അച്ചടിച്ച് കണ്ടതിന് ശേഷം മാത്രമേ അവൾ വീട്ടിലേക്ക് പോയുള്ളൂ. സീമ തൻ്റെ സീറ്റിൽ ചെന്നിരുന്നു. മറ്റു സെക്ഷനുകളിലുള്ള സഹപ്രവർത്തകർ എഴുന്നേറ്റ് വന്ന് അവളെ അഭിനന്ദിച്ചു. എല്ലാവർക്കും അവൾ നന്ദി പറഞ്ഞു. മേശപ്പുറത്ത് കിടന്ന പത്രമെടുത്ത് അവൾ അതിലൂടെ കണ്ണോടിച്ചു. ഫോട്ടോകളും വാർത്തയുമെല്ലാം അർഹിക്കുന്ന പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. വിൻസെൻ്റ് തടവ് ചാടിയത് മുതൽക്കുള്ള കഥകളുണ്ട്. വിൻസെൻറ്റിൻ്റെ കോയമ്പത്തൂർ യാത്ര, സെബാസ്റ്റ്യന് പകരം കൊല്ലപ്പെട്ടത് നാഗരാജാണെന്നുള്ള കണ്ടുപിടുത്തം, കർണാടകയിലെ ഉപ്രഹള്ളിയിൽ ചെന്ന് സെബാസ്റ്റ്യനെ പിടികൂടാൻ വിൻസെൻ്റ് നടത്തിയ തീവ്ര യത്നം, വിൻസെൻറ്റിൻ്റെ രാജസ്ഥാൻ ദൗത്യം, കോട്ടായിലും ഡോബിയാക്കി ഖാനിലും പോയി സെബാസ്റ്റ്യൻ്റെ ഒളിസങ്കേതം കണ്ടുപിടിച്ചത്, ഔസേപ്പച്ചൻ സെബാസ്റ്റ്യനെ കൊലപ്പെടുത്താൻ നടത്തിയ നീക്കവും അതിനെ എതിരിട്ട് തോൽപ്പിച്ച വിൻസെൻറ്റിൻ്റെ ധീരതയും, ഔസേപ്പച്ചൻ്റെ കയ്യിൽ നിന്ന് സെബാസ്റ്റ്യനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് ഡോബിയാക്കി ഖാനിൽ നിന്നും ആരംഭിച്ച് കോട്ടയം സെഷൻസ് കോടതിയിൽ അവസാനിപ്പിച്ച ധീര സാഹസിക യാത്ര. ആ യജ്ഞത്തിലുടനീളം വിൻസെൻറ്റിന് തുണയായി നിന്ന ഠാക്കൂർ രാം ലഖൻ സിംഗിനെ കുറിച്ചുള്ള ലഘുവിവരണം. ഇതെല്ലാം മനോരമ പത്രത്തിനു മാത്രമുള്ള എക്സ്ക്ലൂസീവ് ഐറ്റങ്ങളായിരുന്നു. തൻ്റെ പേര് ഒരിടത്തും പരാമർശിക്കരുതെന്ന് സീമ പ്രത്യേകം നിഷ്കർഷിച്ചിരുന്നു. എങ്കിലും വിൻസെൻറ്റിൻ്റെ നിരപരാധിത്വം പുറത്തു കൊണ്ടുവരാൻ ഊർജ്ജസ്വലയായി പ്രവർത്തിക്കുകയും ആയതിലേക്ക് വിൻസെൻറ്റിന് ബുദ്ധിപരമായും സാമ്പത്തികമായും സാങ്കേതികമായും എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകുകയും ചെയ്ത മലയാള മനോരമയുടെ ലേഖിക സീമ ജോൺസ് എന്ന അടിക്കുറപ്പോടെ പത്രാധിപർ മുൻ പേജിൽ തന്നെ സീമയുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ പ്രസിദ്ധീകരിച്ചു. വിൻസെൻറ്റിനെ സഹായിച്ച ആൾ എന്ന നിലയിൽ ലഖൻ സിംഗിൻ്റെ പടവും വാർത്തയോടൊപ്പം ഉണ്ടായിരുന്നു. സീമ നിറഞ്ഞ സംതൃപ്തിയോടെ പത്രത്താളുകൾ മറച്ചു നോക്കുന്നതിനിടയിൽ ഒരു പ്യൂൺ വന്ന് എഡിറ്റർ വിളിക്കുന്നു എന്നറിയിച്ചു. സീമ എഴുന്നേറ്റ് അസോസിയേറ്റ് എഡിറ്ററുടെ റൂമിലേക്ക് പോയി. ഗുഡ് ആഫ്റ്റർനൂൺ സർ, അവൾ പറഞ്ഞു. ഗുഡ് ആഫ്റ്റർനൂൺ. സീമ ഇരിക്കൂ. AC-യുടെ ശീതം നിറയുന്ന മുറിയിൽ സീമ എഡിറ്റർക്ക് അഭിമുഖമായിരുന്നു. കൺഗ്രാറ്റ്സ് സീമ. താങ്ക് യു സർ. നമ്മുടെ പത്രത്തിൽ വന്ന വിശദാംശങ്ങളൊന്നും മറ്റൊരു പത്രത്തിലും വന്നില്ല എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. സീമ ഇതെല്ലാം എങ്ങനെ ശേഖരിച്ചു എന്നൊരു ചോദ്യം ഉണ്ടായേക്കാം. തടവു ചാടിയ പ്രതിയെ ഒളിപ്പിക്കുന്നതും സഹായിക്കുന്നതും ഒക്കെ ക്രിമിനൽ കുറ്റമാണല്ലോ. നമ്മളത് ഒരിടത്തും വ്യക്തമായി സ്ഥാപിച്ചിട്ടില്ല, എവിഡൻസുമില്ല. എന്നാലും അങ്ങനെ എന്തെങ്കിലും സൂചന? ഒന്നുമില്ല. ഞാൻ മുന്നറിയിപ്പ് തന്നൂന്ന് മാത്രം. പത്രപ്രവർത്തനത്തിൻ്റെ സ്വകാര്യതയും സ്വാതന്ത്ര്യവും സംരക്ഷിക്കപ്പെടണമെന്ന് നിയമം വ്യാഖ്യാനിക്കുന്നുണ്ട്. ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഒരു വലിയ സത്യം, പ്രത്യേകിച്ച് ജുഡീഷ്യറിക്ക് പറ്റിയ ഒരു ഭീമാബദ്ധം വെളിച്ചത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നതാണ് മുഖ്യം. അതിനുവേണ്ടി അവലംബിച്ച മാർഗങ്ങളും രീതികളും സാധൂകരിക്കാവുന്നതേയുള്ളൂ. ഞാൻ വിളിപ്പിച്ചത് അത് പറയാനല്ല. ഇന്ന് വൈകുന്നേരം ഒരു മീറ്റിംഗ് കൂടുന്നുണ്ട്. സീമയെ അഭിനന്ദിക്കാൻ വേണ്ടിയാണത്. അതൊന്നും വേണ്ടായിരുന്നു സർ, സീമ ജാള്യതയോടെ പറഞ്ഞു.
ചീഫ് എഡിറ്ററുടെ നിർദ്ദേശമാണ്, വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല. ഓക്കെ, ഇനി എന്താണ് അടുത്ത പരിപാടി? പത്രം ഓഫീസിന് പുറത്ത് എനിക്ക് ചില ജോലികൾ ചെയ്തു തീർക്കാനുണ്ട് സാർ. എന്താണത്? വിൻസെൻ്റ് നിരപരാധിയാണെന്ന് വ്യക്തമായെങ്കിലും കോടതി മുഖേന അത് തെളിയിക്കപ്പെടണമല്ലോ. വിൻസെൻറ്റിൻ്റെ കേസ് പുനഃപരിശോധിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഹർജി കൊടുക്കണം. നമ്മുടെ ലോ ആൻഡ് ഓർഡർ അനുസരിച്ച് നോക്കിയാൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് തടവിൽ കഴിഞ്ഞിരുന്ന പ്രതി തടവ് ചാടുകയും വീണ്ടും പോലീസ് പിടികൂടി ജയിലിലെത്തിക്കുകയും ചെയ്തിട്ടേയുള്ളൂ. വിൻസെൻ്റ് ഇപ്പോഴും തൂക്കിലേറ്റപ്പെടേണ്ട പ്രതി തന്നെയാണ്. ഹൈക്കോടതി വിൻസെൻറ്റിൻ്റെ വധശിക്ഷ സ്റ്റേ ചെയ്തു പുനരന്വേഷണത്തിന് ഉത്തരവിട്ടാലല്ലേ വിൻസെൻറ്റിന് മോചനമുള്ളൂ. അന്ന് കൊലപ്പെട്ടത് സെബാസ്റ്റ്യൻ അല്ല എന്ന് തെളിയിക്കണം. ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ള സെബാസ്റ്റ്യൻ യഥാർത്ഥ സെബാസ്റ്റ്യൻ തന്നെയാണെന്നും പോലീസ് ഐഡൻറ്റിഫിക്കേഷൻ ചെയ്ത് സ്ഥിരീകരിക്കണം. കോടതിയെ അത് ബോധ്യപ്പെടുത്തണം. തടവ് ചാടിയതിന് വിൻസെൻറ്റിനെതിരെ കേസുണ്ട്. നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയാണ് തടവ് ചാടിയതെന്നുള്ളതോ, തടവ് ചാടിയതുകൊണ്ടാണ് നിരപരാധിത്വം തെളിയിക്കാൻ സാധിച്ചതെന്നുള്ളതോ, തടവ് ചാടിയില്ലെങ്കിൽ ഇതിനകം ആ നിരപരാധി തൂക്കിലേറ്റപ്പെടുമായിരുന്നു എന്നുള്ളതോ ഒന്നും നമ്മുടെ നിയമത്തിന് പ്രശ്നമല്ലല്ലോ. തടവ് ചാട്ടത്തിന് എന്ത് ശിക്ഷയാണ് വിൻസെൻറ്റിന് കിട്ടാൻ പോകുന്നതെന്ന് അറിയില്ല. ഇനി അയാൾക്ക് ശിക്ഷയോ? നമുക്കൊരു നിയമസഭയുണ്ട്, സർക്കാരുണ്ട്. ഇതിപ്പോൾ വലിയ സംഭവമായില്ലേ. ഗവൺമെൻറ് ഇടപെട്ടാൽ അയാൾക്ക് മാപ്പ് കിട്ടും. മാപ്പ് കിട്ടിയാൽ മതിയോ സാർ? 3.5 വർഷത്തെ അപമാനത്തിനും പീഡനത്തിനും നഷ്ടപരിഹാരം വേണ്ടേ? ഗവൺമെൻറ്റിന് വിൻസെൻറ്റിനോട് മാപ്പ് പറയാനുള്ള ബാധ്യതയില്ലേ? നഷ്ടപരിഹാരമൊന്നും കിട്ടില്ല. വലിയ സമ്മർദ്ദമുണ്ടായാൽ രണ്ടാമത് പറഞ്ഞ കാര്യം പരിഗണിച്ചേക്കും. അതൊക്കെ വിൻസെൻറ്റിൻ്റെ ആൾക്കാരല്ലേ നോക്കേണ്ടത്. സീമയ്ക്കിനി അതിലെന്താ കാര്യം? സീമ മന്ദഹസിച്ചു. വിൻസെൻറ്റിൻ്റെ ആൾക്കാരിൽ ഒരുവളാണ് ഞാൻ. പൊയ്ക്കോട്ടെ സാർ. അവൾ എഴുന്നേറ്റു. സെബാസ്റ്റ്യൻ്റെ കുറ്റസമ്മതവും കോടതിയിൽ നടന്ന സംഭവങ്ങളും വീഡിയോയിൽ പകർത്തിയിട്ടുണ്ടെന്ന് കേട്ടു. അതിവിടെ ആരെ ഏൽപ്പിച്ചിരിക്കുന്നു? സോറി സാർ, ആരെയും ഏൽപ്പിച്ചിട്ടില്ല. അത് വിൻസെൻ്റ് തന്നെ ഏർപ്പാടാക്കിയതാണ്. ഒരു നഷ്ടപരിഹാരവും ഒരിടത്തു നിന്നും വിൻസെൻറ്റിന് കിട്ടില്ലെന്നറിയാം. TV ചാനലുകാർ ഇപ്പോഴതിന് ലക്ഷങ്ങൾ വില പറയുന്നുണ്ട്. ആരാണ് കൂടുതൽ തരുന്നതെന്ന് നോക്കട്ടെ. താങ്ക് യു സാർ. സീമ എഡിറ്ററുടെ ഓഫീസ് വിട്ടിറങ്ങി. ഡെസ്കിൽ ചെന്ന് നീരജയോട് പറഞ്ഞിട്ട് അവൾ വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിലെത്തി ചായ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പോലീസ് ജീപ്പും കാറും ഗേറ്റ് കടന്ന് മുറ്റത്തേക്ക് വന്നു നിന്നു. സീമ ചായക്കപ്പുമായി സിറ്റൗട്ടിലെത്തി. DYSP ജോഷി ജോൺസ് കാറിൽ നിന്ന് ഇറങ്ങി. അയാൾ കയ്യിലൊരു പത്രം ചുരുട്ടി പിടിച്ചിരുന്നു. സീമയുടെ മിഴികൾ പോലീസ് ജീപ്പിനുള്ളിലേക്ക് നീണ്ടു. ഔസേപ്പച്ചൻ അതിനുള്ളിലിരിക്കുന്നത് അവൾ കണ്ടു. സീമ മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു. ജീപ്പിൻ്റെ പിൻസീറ്റിൽ കൈവിലങ്ങുകളോടെ ഇരുന്ന ഔസേപ്പച്ചനെയും മരുതനായകത്തെയും മൂർത്തിയെയും നോക്കി. ഔസേപ്പച്ചൻ ശിരസ് താഴ്ത്തി ഇരിക്കുകയായിരുന്നു. ഏതാനും നിമിഷം അയാളെ നോക്കി നിന്നിട്ട് അവൾ വീട്ടിനുള്ളിലേക്ക് കയറിപ്പോയി. ജോഷി വീട്ടിലുള്ളവരോട് അത്യാവശ്യം സംസാരിച്ച ശേഷം തൻ്റെ ഓഫീസ് മുറിയിലേക്ക് പോയി. സീമ മുകളിലേക്ക് കയറി ചെന്നു. ജോഷി അവളെ സൂക്ഷിച്ചു നോക്കി. പത്രം കണ്ടു ഞാൻ. അയാൾ അവളുടെ നേർക്ക് കൈ നീട്ടി. കൺഗ്രാജുലേഷൻസ്. ജോഷി അവൾക്ക് ഷെയ്ക്ക് ഹാൻഡ് നൽകി. എങ്കിലും അയാളുടെ സ്വരത്തിന് പതിവില്ലാത്തൊരു കനമുണ്ടെന്ന് അവൾക്ക് തോന്നി. എനിക്കും തിരിച്ചൊരു അഭിനന്ദനം പറയാനുണ്ട്. എന്തിന്? ജോഷി ചായൻ്റെ ഇടപെടലില്ലായിരുന്നെങ്കിൽ വിൻസെൻറ്റോ സെബാസ്റ്റ്യനോ ജീവനോടെ തിരിച്ചെത്തുമായിരുന്നില്ല. വിൻസെൻ്റ് അക്കാര്യം എന്നോട് പറഞ്ഞു. എന്നാലും സ്കോർ ചെയ്തത് നീയാണല്ലോ. നിന്നോട് ഞാൻ പലപ്പോഴും വിൻസെൻറ്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ചോദിച്ചിരുന്നു. കോട്ടായിൽ നിന്ന് പോലും ഫോൺ വിളിച്ച് ചോദിച്ചു. വിൻസെൻറ്റിന് കാർ വാങ്ങാൻ പണം കൊടുത്ത നിനക്ക് അതേപ്പറ്റി അറിയില്ലായിരുന്നെന്ന് പറയരുത്. അവരുടെ പദ്ധതിയെപ്പറ്റിയും രാം ലക്കൻ സിംഗിനെ പറ്റിയും എല്ലാം നിനക്കറിയാമായിരുന്നു. അതെല്ലാം മറച്ചു വെച്ചിട്ട് നീ നിൻ്റെ ആങ്ങളയെ ഇരുട്ടിൽ തപ്പാൻ വിട്ടു. നീ എനിക്ക് ശരിയായ വിവരം തന്നിരുന്നെങ്കിൽ ഞാൻ തന്നെ അവരെ 3 പേരെയും, വിൻസെൻറ്റിനെയും സെബാസ്റ്റ്യനെയും ഔസേപ്പച്ചനെയും പിടികൂടുമായിരുന്നു. എൻ്റെ കരിയറിന് അതൊരു വലിയ നേട്ടമായേനെ. അത്യാവശ്യം വേണ്ട വിവരങ്ങളെല്ലാം ഞാൻ തന്നിരുന്നില്ലേ ജോഷിച്ചായ? പിന്നെ വിൻസെൻറ്റിനെ പിടികൂടാൻ സഹായിക്കുന്ന വിധം ഒരു വിവരവും പോലീസിന് കൈമാറിയില്ലെന്ന് ഞാൻ ദൃഢനിശ്ചയം എടുത്തിരുന്നു. വിൻസെൻറ്റിന് ഞാൻ കൊടുത്ത വാക്കാണ് ജോഷിച്ചായ അത്. സ്വന്തം ജീവൻ്റെ താക്കോൽ എന്നെ ഏൽപ്പിച്ചിട്ടാണ് ആ മനുഷ്യൻ സെബാസ്റ്റ്യനെ തേടി അലഞ്ഞു നടന്നത്. ആ വാക്ക് ഞാൻ ലംഘിക്കാൻ പാടില്ല. ആ ജീവൻ ഞാൻ ആർക്കും ഒറ്റുകൊടുക്കാൻ പാടില്ല. അവസാന നിമിഷം വരെയും ഞാനത് പാലിച്ചു. നിന്നെക്കുറിച്ച് എനിക്കിപ്പോൾ അഭിമാനമേ ഉള്ളൂ സീമേ. പിന്നെ കൈവിട്ടുപോയ ചാൻസിനെ പറ്റി ഓർത്ത് ഒരു ഇച്ഛാഭംഗമുണ്ടെന്ന് മാത്രം. ജോഷിച്ചായന് ഇച്ഛാഭംഗത്തിൻ്റെ കാര്യമില്ലല്ലോ. യഥാർത്ഥ പ്രതിയെ അറസ്റ്റ് ചെയ്തതും കേസ് അന്വേഷിച്ച് തെളിയിക്കാൻ പോകുന്നതും ജോഷിച്ചായനല്ലേ. ഒരു കേസിലെ പ്രതിയെ പിടികൂടുന്നതല്ലേ വലിയ കാര്യം. ഒരു വെടിക്ക് 3 പക്ഷി എന്നൊരു കണക്കായിരുന്നു എൻ്റെ മനസ്സിൽ. തടവ് ചാടിയ വിൻസെൻറ്റിനെ പിടികൂടുന്നതും മരിച്ചുപോയെന്ന് ലോകം കരുതിയ സെബാസ്റ്റ്യനെ കസ്റ്റഡിയിലെടുത്ത് ജീവനോടെ കോടതിയിൽ എത്തിക്കുന്നതും ഒരു കണക്കിൽ
യഥാർത്ഥ പ്രതിയായ ഔസേപ്പച്ചനെ അറസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ വാർത്താ പ്രാധാന്യമുള്ള സംഭവങ്ങളായിരുന്നു. അതിൻ്റെ ക്രെഡിറ്റാണ് എനിക്ക് നഷ്ടമായത്. പോലീസിൻ്റെ കഴിവുകേട് കൊണ്ട് 3.5 കൊല്ലം മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും പീഡിപ്പിക്കപ്പെടുകയും വധശിക്ഷയ്ക്ക് വരെ വിധിക്കപ്പെടുകയും ചെയ്ത ഒരു നിരപരാധിക്കാണോ അതോ ജോഷിച്ചായനാണോ ആ ക്രെഡിറ്റ് കിട്ടാനുള്ള അർഹത? ജോഷിക്ക് അതിനൊരു മറുപടി നൽകാനില്ലായിരുന്നു. ജോഷിച്ചായൻ ഔസേപ്പച്ചനെ അറസ്റ്റ് ചെയ്ത വാർത്ത വലിയ പ്രാധാന്യത്തോടെയാണ് പത്രങ്ങളെല്ലാം വന്നിരിക്കുന്നത്. മലയാള മനോരമയിൽ പ്രത്യേകിച്ചും. ജോഷിച്ചായനെ ഒട്ടും കുറച്ച് കണ്ടിട്ടില്ല ഞാനൊരു പരിഭവം പറഞ്ഞതേയുള്ളടി. തൂക്കിലേറ്റപ്പെടേണ്ടിയിരുന്ന ഒരു നിരപരാധിയെ രക്ഷിക്കാൻ എൻ്റെ അനുജത്തി കാരണമായി തീർന്നെന്നുള്ളത് എനിക്ക് കൂടെ സന്തോഷമുള്ള കാര്യമല്ലേ? അത് ജോഷിയുടെ പെങ്ങളാണെന്നല്ലേ എല്ലാവരും പറയൂ. നീ വിചാരിക്കും പോലെ എനിക്ക് നിന്നോട് അസൂയൊന്നുമില്ല. ഒരു ചെറിയ തെറ്റെനിക്ക് പറ്റിയിട്ടുണ്ട് ഇതുവരെ നിന്നെ വിലയിരുത്തിയതിൽ. ഇപ്പോൾ ഞാനത് തിരുത്തിയിരിക്കുന്നു. താങ്ക് യു സാർ, സീമ പുഞ്ചിരിയോട് പറഞ്ഞു. ഇനി എന്താണ് പരിപാടി? പ്രതികളെ കോടതിയിൽ ഹാജരാക്കണം, റിമാൻഡ് ചെയ്യിക്കണം. ഔസേപ്പച്ചന് മുൻകൂർ ജാമ്യമുണ്ടത്രേ. അത് ഏത് കേസിലാണെന്ന് ചോദിച്ചില്ലേ? സെബാസ്റ്റ്യൻ കൊല്ലപ്പെട്ട കേസിലാണെന്ന് പറയുന്നു. ഇനി എന്തെല്ലാം കേസുകൾ ചാർജ് ചെയ്യാനുണ്ട് അയാളുടെ പേരിൽ? സെബാസ്റ്റ്യനെ വധിക്കാനുള്ള ശ്രമം, വിൻസെൻറ്റിനെ വധിക്കാനുള്ള ശ്രമം, റോസ്മേരിയുടെ കൊലപാതകം. മുൻകൂർ ജാമ്യം അയാളുടെ പോക്കറ്റിൽ ഇരിക്കുകയല്ലേ ഉള്ളൂ. പത്രവാർത്തകൾ അരിച്ചു പെറുക്കി വായിച്ചു കഴിഞ്ഞിരുന്നതിനാൽ ജോഷിക്ക് സീമയുടെ വാദഗതിയിൽ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. പ്രതികളെ കൊണ്ടുപോകുന്നതിന് മുമ്പ് എനിക്ക് 2 സ്നാപ്സ് എടുക്കാനുള്ള അവസരം തരണേ. അതും പറഞ്ഞ് അവൾ ക്യാമറ എടുക്കാനായി മുറിയിലേക്ക് ഓടി. വാർഡൻ കമ്പി അഴികൾക്കിടയിലൂടെ അകത്തേക്ക് പത്രം നീട്ടി. നിന്നെ ഉടനെ തുറന്നു വിട്ടേക്കും. വാർത്തയുണ്ട്. നിന്റെ പേരും പറഞ്ഞ് നിയമസഭയിലൊക്കെ വലിയ ബഹളമായിരുന്നത്രേ. നിന്നെ ഉടനടി വിട്ടയക്കാൻ വേണ്ടതൊക്കെ ചെയ്യാമെന്ന് മുഖ്യമന്ത്രി തന്നെ സമ്മതിച്ചിരിക്കുന്നു. നിന്റെ ഒരു ഭാഗ്യം. ചെയ്യാത്ത കുറ്റത്തിന് 3.5 കൊല്ലത്തോളം ശിക്ഷിച്ചിട്ട് തുറന്നു വിടുന്നതാണോ സാർ ഭാഗ്യം? വിൻസെൻ്റ് ചോദിച്ചു. ഭാഗ്യമല്ലേടാ. കഴിഞ്ഞ 27-ന് തൂക്കിക്കൊല്ലേണ്ടതല്ലായിരുന്നോ നിന്നെ? രക്ഷപ്പെട്ടില്ലേ? നീ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നില്ലേ? നഷ്ടപ്പെടുമെന്നുറപ്പായ ജീവൻ തിരിച്ചു കിട്ടുന്നിടത്തോളം വലിയ ഭാഗ്യം ലോകത്ത് എന്താ ഉള്ളത്? അത് ഭാഗ്യമല്ല സാർ. സീമ ജോൺസ് എന്നൊരു പത്രപ്രവർത്തകയ്ക്ക് എന്നോട് തോന്നിയ കാരുണ്യത്തിൻ്റെ ഫലം, അവളുടെ പരിശ്രമത്തിൻ്റെയും ബുദ്ധിയുടെയും ത്യാഗത്തിൻ്റെയും ഫലം. അതും ശരിയാ. ദാ ഇന്നത്തെ പത്രത്തിലുമുണ്ട് വാർത്ത. സെബാസ്റ്റ്യൻ ജീവനോടെ ഇരിക്കുന്നെന്ന് വ്യക്തമായ നിലയ്ക്ക് ആ കൊലക്കേസ് സംബന്ധമായി നടന്ന എല്ലാ കോടതി നടപടികളും അസ്ഥിരപ്പെടുത്തണമെന്നും നിരപരാധിയായ നിന്നെ ജയിലിൽ നിന്ന് വിട്ടയക്കണമെന്നും കാണിച്ച് സീമ ജോൺസ് നൽകിയ റിട്ട് ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഫയലിൽ സ്വീകരിച്ചുകൊണ്ട് ഉത്തരവായിരിക്കുന്നു എന്ന്. എന്നെ വിട്ടയക്കാൻ ഇനി എത്ര നാളെടുക്കും? ഉടൻ തന്നെ നടപടി ഉണ്ടായേക്കും. വിൻസെൻ്റ് പത്രവുമായി സെല്ലിലെ തൻ്റെ കിടക്കപ്പായമേൽ പോയിരുന്നു. കേസ് സംബന്ധമായ വാർത്തകൾ തേടി അയാളുടെ കണ്ണുകൾ പരതി. സെബാസ്റ്റ്യൻ കൊലക്കേസ് അന്വേഷിച്ച സബ് ഇൻസ്പെക്ടർ ശശിശങ്കറിന് സസ്പെൻഷൻ. ഔസേപ്പച്ചനും മൂർത്തിയും മരുതനായകവും റിമാൻഡിൽ. സെബാസ്റ്റ്യൻ വധക്കേസിൻ്റെ ഉള്ളുകള്ളികൾ പുറത്തു കൊണ്ടുവന്ന പത്രപ്രവർത്തക സീമ ജോൺസ് മുഖ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതികൾ നൽകി. സെബാസ്റ്റ്യൻ വധക്കേസിൻ്റെ പുനരന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചു. സെബാസ്റ്റ്യനു പകരം കാറിലിട്ട് ചുട്ടുകരിച്ച ജഡം തമിഴ് യുവാവ് നാഗരാജൻ്റേതാണെന്ന് സംശയിക്കപ്പെടുന്നു. സെബാസ്റ്റ്യൻ കൊലക്കേസിൽ കുറ്റമാരോപിക്കപ്പെടുകയും വധശിക്ഷ വിധിക്കപ്പെടുകയും ചെയ്ത നിരപരാധിയായ വിൻസെൻറ്റിനോട് സർക്കാർ മാപ്പ് പറയുകയും 3.5 വർഷത്തോളം നീണ്ട ജയിൽവാസത്തിനും പീഡനങ്ങൾക്കും മതിയായ നഷ്ടപരിഹാരം നൽകുകയും വേണമെന്ന് നിയമവിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയവേ തടവു ചാടിയ കുറ്റത്തിന് വിൻസെൻറ്റിനെതിരെ കേസെടുക്കരുതെന്നും വിൻസെൻറ്റിനെ ഉടൻ വിട്ടയക്കണമെന്നും പൊതുജനങ്ങളും വാർത്താമാധ്യമങ്ങളും സാമൂഹിക സാമുദായിക രാഷ്ട്രീയ നേതാക്കളും ഏകസ്വരത്തിൽ ആവശ്യപ്പെടുന്നു. നിയമക്കുരുക്കുകൾ മൂലം വിൻസെൻറ്റിൻ്റെ മോചനം വൈകാൻ സാധ്യത. സെബാസ്റ്റ്യൻ ജീവിച്ചിരിക്കെ തന്നെ അയാളെ കൊലപ്പെടുത്തിയെന്ന് തെളിയിച്ച പോലീസിനും പ്രോസിക്യൂഷനും എതിരെയും നിരപരാധിക്ക് വധശിക്ഷ വിധിച്ച കോടതിക്കെതിരെയും നാടിൻ്റെ നാനാഭാഗത്തു നിന്നും രൂക്ഷ വിമർശനം. നിരപരാധിയെ തൂക്കിലിടുമായിരുന്ന സംഭവം വലിയ വിവാദത്തിന് വഴിവെക്കുന്നു. കേസ് സംബന്ധിയായ വിവിധ വാർത്തകളിലൂടെ കണ്ണോടിച്ചുകൊണ്ട് വിൻസെൻ്റ് തടവറയുടെ ചുമരും ചാരിയിരുന്നു. അതിലെ വാർത്തകൾ വായിച്ചു തീർന്നപ്പോൾ അവൻ കഴിഞ്ഞ ദിവസങ്ങളിലെ പത്രങ്ങൾ എടുത്തു. ജയിലധികൃതർ വിൻസെൻറ്റിനോട് കാണിച്ച വലിയൊരു സൗമനസ്യമായിരുന്നു അത്. ജയിൽ ചാടി പോയവനാണെങ്കിലും നിരപരാധിയാണെന്ന കണ്ടെത്തൽ ജയിലുദ്യോഗസ്ഥർക്കിടയിൽ അവനോടുള്ള മതിപ്പും അനുകമ്പയും വർദ്ധിക്കാൻ ഇടയാക്കിയിരുന്നു. സെബാസ്റ്റ്യനെ പിടികൂടാൻ വേണ്ടി നടത്തിയ അതിസാഹസിക യത്നങ്ങളെപ്പറ്റിയുള്ള പത്രവാർത്തകൾ ജയിലുദ്യോഗസ്ഥർക്കിടയിൽ അവനൊരു വീരപരിവേഷവും നൽകിയിരുന്നു. ചില ഉദ്യോഗസ്ഥർ ഹെഡ് വാർഡനും മറ്റും അവനെ
അവൻ്റെ സെല്ലിന് മുമ്പിൽ വന്നു നിന്ന് അക്കഥകളൊക്കെ നേരിട്ട് പറയാൻ അവനെ പ്രേരിപ്പിച്ചിരുന്നു. ഒരു തവണ പറഞ്ഞു കഴിഞ്ഞതാണെങ്കിലും പത്രത്താളുകളിലൊക്കെ വായിച്ചു കഴിഞ്ഞതാണെങ്കിലും വീണ്ടും വീണ്ടും അവൻ്റെ നാവിൽ നിന്ന് തന്നെ വിവരിച്ച് കേൾക്കാൻ അവർ താല്പര്യപ്പെട്ടു. അവൻ എന്തെങ്കിലും വിട്ടുപോയാൽ അവരുടനെ പൂരിപ്പിക്കും. ആ കുമാരേട്ടൻ്റെ ചായക്കട, അതു പറഞ്ഞില്ല. നോവൽ നാളെ വീണ്ടും തുടരും.